പറയുള്ളൂ. പക്ഷെ ഞാൻ വാക്ക് കൊടുത്ത് അല്ലെങ്കിൽ ഞാൻ തിരിച്ചു വരും എന്ന് പറഞ്ഞ ഒരാൾ അവിടെ ഉണ്ട്. അയാൾ ഇപ്പോൾ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ആരുമായിട്ട് സംസാരിക്കുന്നു? അറിയില്ല, അയാള് പറഞ്ഞിട്ടതാണ് വേറെ കൊടുത്ത്. നമ്മുടെ സീക്രട്ട് ഏജന്റ് അഥവാ സായി കൃഷ്ണ ഇത്തവണ ജനങ്ങൾ ഒരുപാട് പ്രതീക്ഷ കൊടുത്തൊരു വൈൽഡ് കാർഡ് എൻട്രി ആയിരുന്നു അല്ലെ ബിഗ് ബോസ് ഹൗസിലെ. പക്ഷെ പുള്ളിക്കാരൻ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് പുലിയായി പോയി അവിടെ ഇലയായി നിൽക്കണം എന്നുള്ളതാണ്. ബിഗ് ബോസ് ഹൗസിലേക്ക് കയറി വന്ന ഉടനെ തന്നെ ഇഷ്ടപ്പെട്ട മത്സരാർത്ഥി ആരാണെന്ന് ലാലേട്ടൻ ചോദിച്ച സമയത്ത് ഗബ്രിന്റെ പേര് പറഞ്ഞപ്പോൾ തന്നെ കുറെയൊക്കെ നെഗറ്റീവായി മാറി എന്നുള്ളതാണ്. അത് പിന്നെ പുള്ളിക്കാരൻ ഹൈപ്പ് കുറയ്ക്കാൻ വേണ്ടി കാണിച്ച ഗെയിമാണെന്ന് പറഞ്ഞ് നമുക്കതിനെ ന്യായീകരിക്കാം. പക്ഷെ അത് കഴിഞ്ഞ് പുള്ളിക്കാരൻ ഇന്നലെ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ കയറിയതിനു ശേഷം ഒരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എല്ലാവരും അത് കണ്ടു കാണും. എന്താണത്? പുറത്ത് നടന്ന മുഴുവൻ കാര്യങ്ങളെ കുറിച്ചും അവിടുത്തെ മത്സരാർത്ഥിയായിട്ടുള്ള ജാസ്മിന് പറഞ്ഞു കൊടുത്തു എന്നുള്ളതാണ്. അറിയാലോ, ഇത്തവണ ഏറ്റവും കൂടുതൽ നെഗറ്റീവായി മാറിയ മത്സരാർത്ഥി ജാസ്മിനാണ്. അവിടെയുള്ള ഗബ്ര എന്ന് പറയുന്ന മത്സരാർത്ഥിയായിട്ട് കോംബോ കളിച്ചിട്ട് നാട്ടിലും വീട്ടിലും കെട്ടാൻ പോകുന്ന പയ്യനൊക്കെ പ്രശ്നമായി എന്നുള്ളതാണ്. നമുക്ക് എന്തായാലും അതിനെ കുറിച്ച് സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്ന സായി കൃഷ്ണ പുള്ളിക്കാരിക്ക് പറഞ്ഞു കൊടുക്കണമെന്ന് കണ്ടോക്കാം. പക്ഷെ ഞാൻ വാക്ക് കൊടുത്ത് അല്ലെങ്കിൽ ഞാൻ തിരിച്ചു വരും എന്ന് പറഞ്ഞ ഒരാൾ അവിടെ ഉണ്ട്. അയാൾ ഇപ്പോൾ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അറിയുന്നതോ പബ്ലിക്കായോ? ഞാൻ വരെ വീഡിയോ ചെയ്തു. എന്ത് നീ വിചാരിക്കുന്ന പോലെ അല്ല. അതായത് ഒരുപാട് അങ്ങനെ ആരുമായിട്ട് സംസാരിക്കുന്നു? അറിയില്ല, അയാള് പറഞ്ഞിട്ടതാണ് വേറെ കൊടുത്ത്. ആക്കണം എന്ന് പറഞ്ഞു, ആക്കാതിരിക്കാൻ പറ്റുമോ? ഇതാണ് ആ വ്യക്തിക്ക് പറയുന്നത്. ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ്, ഒരുപാട് ചോദ്യങ്ങൾ വരും. ബെസ്റ്റ്. പുറത്തുള്ള മൊത്തം അങ്ങോട്ട് തട്ടി പറഞ്ഞു കൊടുത്തില്ലേ? ഇനിയിപ്പോ പറയാനൊന്നും ബാക്കിയില്ലല്ലോ അല്ലെ? ശരിക്കും പറഞ്ഞുണ്ടല്ലോ, ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്നു എനിക്ക് സായിൽ. ഇത് നശിപ്പിച്ച പോലെ ആയി പോയി. ഓക്കെ, ഒരു പക്ഷേ ബിഗ് ബോസ് നിയമപ്രകാരം പുറത്ത് നിന്ന് വൈൽഡ് കാർഡായി വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഉള്ളിലുള്ള ഒരു മത്സരാർത്ഥിക്ക് പുറമെ നടക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പാടില്ല എന്നൊന്നുമില്ല. പറയേണ്ടവർക്ക് പറയും, പറഞ്ഞു കൊടുക്കാത്തവർക്ക് പറഞ്ഞു കൊടുക്കാതിരിക്കാം. പക്ഷേ സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്ന യൂട്യൂബർ, ഈ സീസണിന്റെ തുടക്കം തൊട്ടേ ബിഗ് ബോസിനെ റിവ്യൂ ചെയ്യുന്ന യൂട്യൂബർ, ഇത് പറഞ്ഞപ്പോഴാണ് പ്രശ്നം ഉണ്ടായത്. കാരണം എന്താണ്? പലതവണ പുറത്തിരുന്ന് ജാസ്മിനെയും ഗബ്രിനെയും മൂക്കിയവനാണ് ഈ പറഞ്ഞ സീക്രട്ട് ഏജന്റ് അല്ലെ? എന്തിന്? ജാസ്മിൻ ഇപ്പൊ ബിഗ് ബോസിലേക്ക് വിളിച്ചു എന്ന് അറിഞ്ഞ സമയത്ത് ജാസ്മിന് മാത്രം എന്താ അവിടെ പ്രിവിലേജ് എന്ന് പറഞ്ഞ് സംസാരിച്ചവനാണ് സീക്രട്ട് ഏജന്റ്. അതേ ആൾ തന്നെ പുറത്തുനിന്ന് കയറി വന്നു കഴിഞ്ഞിട്ട് പുറമെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ജാസ്മിന് പറഞ്ഞു കൊടുക്കാന്ന് പറഞ്ഞാണെങ്കിൽ അത് നിലപാടില്ലായ്മയല്ല സൂചിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഉപ്പ വിളിച്ചു എന്ന് അറിഞ്ഞ സമയത്ത് ജാസ്മിന് മാത്രം എന്താ ഇത്ര പ്രിവിലേജ് എന്ന ഡയലോഗ് അവിടെ അടിക്കാൻ പാടില്ലായിരുന്നു സീക്രട്ട് ഏജന്റ്. അതുകൊണ്ടാണ് എനിക്ക് അവിടെ സങ്കടം തോന്നിപ്പോയത്. റിയലി സീക്രട്ട് ഏജന്റ് അവിടെ ഡിസപ്പോയിന്റ് ചെയ്തെന്നുള്ളതാണ്. ഇതിപ്പോ ജാസ്മിനെ സംബന്ധിച്ചിടത്തോളം എളുപ്പമായില്ലേ? ഓരോ ഇന്റർവ്യൂവിലും പുറമെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഇപ്പൊ ജാസ്മിൻ അറിയാൻ പറ്റുന്നുണ്ട്. ആദ്യം ഇപ്പൊ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത്, ഇപ്പൊ സീക്രട്ട് ഏജന്റ് വന്നിട്ട് ആ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത്. ഇതിപ്പോ എന്തായി? പുറമെ നടക്കുന്ന എല്ലാം അറിഞ്ഞ് ഗെയിം കളിക്കുന്ന പോലെ ഇപ്പോൾ. ഇനിയിപ്പോ ബിഗ് ബോസിനെ സംബന്ധിച്ചിടത്തോളം ജാസ്മിൻ ഒരു കപ്പും കൂടി എടുത്ത് കൈമ കൊടുത്തേക്ക്. അല്ല, ഇനിയിപ്പോ അത് മാത്രം ചെയ്യാനുള്ളൂ. അതുകൊണ്ട് പറഞ്ഞു പോയതാ. എന്തായാലും സീക്രട്ട് ഏജന്റ് തുടർന്നും ജാസ്മിനോട് ചില കാര്യങ്ങൾ പറയുന്നുള്ളൂ. നമുക്ക് എന്തായാലും ഒന്ന് കണ്ടോക്കാം. ബിഗ് ബോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുറെ ചോദ്യം വരും, നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഡൗട്ട്, നിങ്ങളെ ഡൗട്ടിലാണ്. ഗബ്രി ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താ? കൺഫ്യൂസ്ഡ്. നീ പറഞ്ഞാൽ എന്താ? കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഉള്ളപ്പോ നിങ്ങൾക്ക് ക്ലാരിറ്റി കൊടുക്കാൻ പറ്റില്ലെങ്കിൽ ഞാൻ പറയുമ്പോൾ ഇങ്ങോട്ട് ലോകത്തിന് മൊത്തം ബേസിക്കലി പ്രേമം എന്ന് പറഞ്ഞൊരു സംഗതി പുറത്ത് നമ്മൾ കാണുന്നതാണല്ലോ. നമ്മൾ പല വീഡിയോസ് ചെയ്യുന്നതാണ്, നമ്മൾ കാണുന്നതാണ്, വ്യക്തികളെ കാണുന്നത്. പ്രേമം എന്ന് പറഞ്ഞൊരു അല്ലല്ല, ഞാൻ പറയാം ചോദിച്ചിട്ടാണ്. അപ്പൊ നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഇരുന്ന് പറയുന്നത് നിങ്ങളുടെ ഫ്രണ്ട്സ് ആണ്, നിങ്ങൾക്ക് കൂടുതലൊന്നുമില്ല, നിങ്ങൾ ഈ സോണിൽ നിൽക്കുന്നവരാണ് നിങ്ങൾ പറഞ്ഞു. ഓക്കെ, ലെറ്റ് ഇറ്റ് ബി. പക്ഷെ ഒരു വലിയൊരു ക്രൗഡിന് മുന്നിൽ ഈ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്ന പല മീനിങ് ഉണ്ട്. ആ മീനിങ്ങിന് ചിലപ്പോൾ ഹായ് ഹലോ ഇതൊന്നും നിൽക്കും. ഇതായിരിക്കും പൊതുവെ ഒരു വ്യക്തിക്ക്. ഓക്കെ, ആ പറഞ്ഞ സത്യമാണ്. കൃത്യമായ ഒരു ക്ലാരിറ്റി പബ്ലിക്കിന് ജാസ്മിനും ഗബ്രിയും കൊടുക്കണം എന്നുള്ളതാണ്. നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്ത്? ആ ഒരു ചോദ്യമാണ് പബ്ലിക് നിങ്ങളോട് ചോദിക്കുന്നത്. നിങ്ങൾ തമ്മിൽ ഫ്രണ്ട്സ് ആണോ? ഓക്കെ, ഫ്രണ്ട്സ്. അതല്ലെങ്കിൽ ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ് ആണോ? അങ്ങനെ പോയിക്കോ. ഇനി ലവേഴ്സ് ആണോ? തുറന്നു പറഞ്ഞ ലവേഴ്സ് ആണെന്നുള്ളത്. ഇത് ഫ്രണ്ട്സ് ആണെന്ന് വെച്ചാണെങ്കിൽ ആണ്, പക്ഷെ അല്ല. ഇനി ലവേഴ്സ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാണെങ്കിൽ മനസ്സിൽ പ്രണയമൊക്കെ ഉണ്ട്, പക്ഷെ പ്രണയിക്കാൻ ഇഷ്ടമല്ലേ. ഇത് എന്ത് വർത്താനത്? ഈ രീതിയിലാണ് ഇവർ പോകുന്നത് അല്ലേ? അതാണ് ഇവിടെ സീക്രട്ട് ഏജന്റ് സൂചിപ്പിച്ചത്. നീയും ഗബ്രിയും ഒരു ഡൗട്ടിലാണെന്നുള്ളത്. അപ്പൊ ഇങ്ങനെ ഒരു ഡൗട്ട്ഫുൾ സിറ്റുവേഷനിൽ നിങ്ങൾ കെട്ടിപ്പിടിക്കുകയും മുമ്പ് വെക്കുകയും ചെയ്ത് കഴിഞ്ഞാണെങ്കിൽ പബ്ലിക് അത് മറ്റൊരു തരത്തിൽ എടുക്കത്തുള്ളൂ. അതിന് പബ്ലിക്കിന് കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? നിങ്ങൾ ക്ലാരിറ്റി കൊടുക്കാത്തതാണ് അവിടെ പ്രശ്നം. ഒരു ക്ലാരിറ്റി കൊടുത്തതിന് വെച്ചാൽ നിങ്ങൾ അങ്ങനെ ചെയ്തോളൂ, ആരൊന്നും പറയില്ല. ആ പോയിന്റ് കൃത്യമായി സായ അവിടെ കൺവേ ചെയ്തു എന്നുള്ളതാണ്. അത് കൺവേ ചെയ്യാൻ പാടില്ലാത്തതാണ്, അത് വേറെ കാര്യം. പക്ഷെ എന്നിട്ടും അവിടെ ജാസ്മിന് മനസ്സിലാവാത്ത പോലാണ് നിൽക്കുന്നത്. എന്തായാലും തുടർന്ന് ഒരു ചില കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. നമുക്ക് എന്തായാലും കൂടി കണ്ടോക്കാം. ഇങ്ങനത്തെ സാധനങ്ങളില്ല, അതൊക്കെ പോകും.
എന്താണ് അത് ഇവിടെ പ്രശ്നം, നിങ്ങൾക്ക് കുഴപ്പമില്ല, നിങ്ങൾക്കത് പ്രശ്നം ഉണ്ടായിരിക്കില്ല. പക്ഷെ പലരുടെയും ഇപ്പൊ കൺഫ്യൂസ്ഡ് സ്റ്റേജിൽ ഇരിക്കുന്ന രണ്ട് വ്യക്തികളുടെ കയ്യിലെടുത്തോ കെട്ടിപ്പിടുത്തോ ഉമ്മ വെക്കലോ വേറെ കവിന് എങ്ങനെ എടുക്കാം? കാരണം നിങ്ങൾ ആക്ച്വലി എനിക്ക് ഒന്നേ ചോദിക്കാനുള്ളൂ, ഈ കൈ പിടിക്കുന്നതും അല്ലെങ്കിൽ ഹഗ് ചെയ്യുന്നതും ഇപ്പം നെറ്റിയിൽ കിസ് ചെയ്യുന്നതും അല്ലാതെ വേറെ എന്ത്? അത്ര മതി. ഇതാണോ ഈ പറയുന്ന വിദേശ രാജ്യം? അപ്പൊ ഇവിടെ അങ്ങനെയാണ്. നീ നാട്ടിൽ നിന്നല്ലേ പോണേ? നാട്ടിൽ നിന്നാണോ പോണേ? ഞാൻ എങ്ങനെയായിരുന്നു അത് പുറത്താരെയും കണ്ട? ഓ മാൻ, അത് പുറത്താരെയും കണ്ട? ലാസ്റ്റ് പറഞ്ഞാൽ മനസ്സിലായല്ലോ, ഏതൊരു വ്യക്തിന്റെ പേര് പറയുന്നുണ്ട്, ആ പേര് പറയുന്ന ഭാഗം മ്യൂട്ട് ചെയ്തതാണ്. ആ വ്യക്തിയുമായിട്ട് ഞാൻ എങ്ങനെയായിരുന്നു എന്നുള്ളത് നീ കണ്ടല്ലേ എന്നുള്ള രീതി. അപ്പൊ സീക്രട്ട് തിരിച്ചു പറയണത് എന്താ? നാട്ടിൽ ആരെങ്കിലും അത് കണ്ടോ എന്നുള്ളത് അല്ലേ? അപ്പൊ ജാസ്മിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവരോടും ഈ ടൈപ്പിലാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ് ജാസ്മിനോട് കൺവേ ചെയ്യാൻ ശ്രമിക്കുന്നത്. പിന്നെ ജാസ്മിനും സീക്രട്ട് ഏജന്റും തമ്മിൽ പരസ്പരം അറിയാം. അവർ പല ഇവന്റുകളിലും ഒരുമിച്ച് പങ്കെടുത്തിട്ടുണ്ട്. അപ്പൊ ഏതെങ്കിലും ഒരു ഇൻഫ്ലുവൻസറുടെ പേരായിരിക്കണം അവിടെ എടുത്തിട്ടത്. ഇനി അതെന്തോ ആയിക്കോട്ടെ, അതിൽ പ്രസക്തി ഇല്ലല്ലോ. അപ്പൊ നമ്മൾ വിഷയത്തിലേക്ക് വരുമ്പോൾ ജാസ്മിൻ ഇവിടെ ഒരു കാര്യം പറഞ്ഞു വെക്കുന്നുണ്ട് അല്ലേ, ഇതാണോ വിദേശ രാജ്യം എന്നുള്ളത്? എന്ത് വിദേശ രാജ്യം? ഇതൊരുമാതിരി കപട പുരോഗമനം ചമഞ്ഞ് താൻ ചെയ്യുന്ന ഊളത്തരത്തെ ന്യായീകരിക്കുന്ന പോലെ ആയി പോയി അല്ലേ? വിദേശ രാജ്യത്ത് ഇങ്ങനെ ഒന്നുമില്ല. അവർ കൃത്യമായ നിലപാട് വ്യക്തമാക്കും. ഒരു വ്യക്തിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്ത് അതവർ പറയും. സുഹൃത്താണെങ്കിൽ അവരങ്ങനെ ചെയ്യും. ഇനിയിപ്പോൾ ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ് ആണെങ്കിൽ അവർ കെട്ടിമറിയേ ഓയോ റൂമിൽ പോയി റൂം എടുത്ത് എന്തെങ്കിലും വെച്ച് ചെയ്യാന്ന് വെച്ചാൽ അവരങ്ങനെ ചെയ്യും. ഇനി ലവേഴ്സ് ആണെങ്കിലും ആ രീതിയിൽ കെട്ടിപ്പിടുത്തു മോക്കലും എന്താ വെച്ചാൽ ആയിക്കോട്ടെ, ആരൊന്നും പറയാൻ പോകുന്നില്ല. പക്ഷെ നിങ്ങൾ ചെയ്യുന്ന എന്താ? ജനങ്ങൾക്കിടയിൽ കൺഫ്യൂഷൻ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അത് ജനങ്ങൾ ചോദ്യം ചെയ്യുമ്പോൾ വിദേശ രാജ്യത്തിന് പേരും പറഞ്ഞ് അവിടെ കപട പുരോഗമനം ചമയ അതന്നെ. എന്നിട്ട് അതിന് നമ്മളെപ്പോലുള്ള ആൾക്കാർ സംസാരിക്കുമ്പോൾ നമ്മളെ സദാചാരവാദിയാക്കി മാറ്റുക. എന്തോന്നുണ്ട് ഇത്? ശരിക്കും അറിയാലോ, ഈ ജാസ്മിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ സദാചാരവാദി ആക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരെ കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് ശരിക്കും ചിരിയാണ് വരുന്നത്. കാരണം ബോധമില്ല എന്നുള്ളതാണ്. ജനങ്ങളെ ശരിക്കും മണ്ടന്മാരാക്കുകയാണ് ഇവിടെ ജാസ്മിനും ഗബ്രിയും എന്നുള്ളത്. ഇവന്മാർ പഠിക്കുന്നില്ലല്ലോ എന്നുള്ളതാണ്. അത് ശരിക്കും നമ്മളെപ്പോലുള്ള ആൾക്കാർ പൊളിച്ചെടുക്കാൻ നോക്കുമ്പോൾ അതിന് മറ്റൊരു തരത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. അതിന് വേറെ പല യൂട്യൂബേഴ്സും മാനിപ്പുലേറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മൾ അതിലേക്കൊന്നും കടക്കുന്നില്ല. എന്തായാലും അത് കഴിഞ്ഞ് ജാസ്മിനെ കെട്ടാൻ പോകുന്ന ചെക്കനെ കുറിച്ചുള്ള സംസാരം അവർക്കിടയിൽ വരുന്നുണ്ട്. അതായത് ജാസ്മിൻ ശ്രീധുവിനോട് പറഞ്ഞ എന്താ, അറേഞ്ച്ഡ് ആയിട്ട് വന്നൊരു ആലോചനയാണിത്, ഉടനെ വിവാഹം ഉണ്ടാവും എന്നുള്ളതാണ്. പക്ഷെ ഗബ്രിനോട് പറഞ്ഞതോ ഞങ്ങൾ തമ്മിൽ പ്രണയത്തിലായിരുന്നു, കല്യാണം ഉറപ്പിച്ചതാണെന്നുള്ളത്. അപ്പൊ അതിനെ കുറിച്ച് ഇവർ സംസാരിക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും ഒന്ന് കണ്ടോക്കാം. ചോദ്യങ്ങൾ വരൂ. ഇപ്പൊ നീ രണ്ടാ പറഞ്ഞേ, നീ ഒരു വട്ടം അലറി കരഞ്ഞു, അയ്യോ ഞാൻ കമ്മിറ്റഡാണ്. ഞാൻ അവിടെ ശ്രീധുവിന്റെ പറഞ്ഞത് ഇതാണ് ഞാൻ പറയാൻ കൺവേ പറഞ്ഞ രീതി വെരി കാഷ്വൽ, വെരി കാഷ്വൽ. ഞാൻ ഇവിടെ എല്ലായിടത്തും പറയുന്നത്, ഞാൻ ശ്രീധുവിന്റെ അടുത്ത് പറഞ്ഞത്, ഞാൻ ഗബ്രിയുടെ അടുത്ത് പറഞ്ഞത് പുറത്തു വന്നിട്ടില്ലേ? ഞാൻ പറഞ്ഞത് പുറത്തു വന്നിട്ടില്ലേ? എന്താ ഞാൻ പറഞ്ഞത്? ആരും നോക്കില്ല, മൈൻഡ് ചെയ്യില്ല അവര്. കാരണം ഇത് പറയും അടുത്ത് നിങ്ങൾ അവിടെ പോയി ആ വാഴനുള്ളിൽ ഇട്ട് പിടിച്ചിരിക്കും. എനിക്ക് ഞാൻ അന്ന് ഇവരെല്ലാം കൂടെ എന്നെ പ്രഷർ ചെയ്താണ് ഞാൻ കമ്മിറ്റഡ് ആണെന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞത്. അത് കഴിഞ്ഞപ്പോ ഞാൻ പെണ്ണ് കണ്ടു. എന്റെ അമ്മച്ചിയാണ് ഞാൻ നീ ഗബ്രി വിളിച്ച് ഇപ്പൊ ചോദിച്ചു നോക്കി. ഞാൻ ഇന്നലെയും പറഞ്ഞോളൂ, എനിക്ക് അവൻ എന്താ ഇങ്ങനെ, ഞാൻ പറഞ്ഞ എനിക്ക് താല്പര്യമില്ല. അത് ബിക്കോസ് എനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരാൾ പുറത്തുണ്ട്. ഞാൻ അതാണ് ഇപ്പോഴും പറഞ്ഞത്. എനിക്കിത് പ്രേമത്തിന്റെ സ്റ്റേജിൽ കൊണ്ടെത്തിക്കാൻ എനിക്ക് താല്പര്യമില്ലെന്ന് പറയുന്നത്. ഇതിനൊരു ഡയമെൻഷൻ കൊടുക്കുക എന്നുള്ളത് നമ്മളെ ഓഡിയൻസിനോട് ചെയ്യേണ്ട ഒരു സംഗതിയാണ്. യെസ്, അതാണ്. പിന്നെന്താ ജാസ്മിൻ പറഞ്ഞല്ലോ, ഞാൻ എപ്പോഴും ഗബ്രീനോട് പറയാറുണ്ട് എനിക്ക് വേണ്ടി പുറത്തൊരുത്തിന് കാത്തിരിക്കുന്നുണ്ട് എന്നൊക്കെ. ഈ ഒരു ചിന്ത പ്രവൃത്തി കാണുന്നില്ലല്ലോ എന്നുള്ളതാണ്. പറച്ചില് മാത്രമേ ഉള്ളൂ അല്ലേ? പുറത്തൊരുത്തിനെ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിരിക്കുമ്പോൾ അതിനനുസരിച്ച് നിൽക്കുക. അവന് ബുദ്ധിമുട്ടാവാത്ത രീതിയിൽ, അവനെ മറ്റുള്ളവർ വേദനിപ്പിക്കാത്ത രീതിയിൽ അങ്ങ് നിൽക്കുക അല്ലേ? അത് ബേസിക് മാനറിസ് ആണ്. നമ്മൾ കമ്മിറ്റഡ് ആയിക്കൊണ്ട് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പോകുന്ന സമയത്ത് നമ്മൾ കാണിക്കേണ്ട ഒരു ബേസിക് മാനറിസ് ആണത്. ഇത് നായികക്ക് 40 വട്ടം ഗബ്രിയോട് പറയുകയും ചെയ്യും, എനിക്ക് പുറത്തൊരാളെ കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളത്. എന്നിട്ട് കുറച്ച് കഴിഞ്ഞാൽ പറയും, ഗബ്രി എനിക്ക് എന്നോട് എന്തോ തോന്നുന്നുണ്ട്, ഇഷ്ടമാണോ എന്നറിയില്ല, സൗഹൃദമാണോ എന്നറിയില്ല, എന്തോന്നുണ്ട് ഇത്? വല്ലാത്തൊരവസ്ഥ കേട്ടോ. ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ചാണെങ്കിൽ സീക്രട്ട് ഏജന്റ് പറയണം മൊത്തം പറഞ്ഞു കൊടുത്തില്ലേ. ഇതിനും വലിയ ഹിന്ദി ഇനി ജാസ്മിന് കിട്ടാനില്ല. ജാസ്മിനെ സംബന്ധിച്ചിടത്തോളം എല്ലാം മനസ്സിലായി. സ്വന്തം ഉപ്പാനത് ബാധിച്ച്, സ്വന്തം വീട്ടുകാരത് ബാധിച്ച്, കെട്ടാൻ പോകുന്ന പയ്യനത് ബാധിച്ച്, അവനൊരു പക്ഷേ ബന്ധത്തിൽ നിന്നും പിന്തിരിയുമോ എന്നൊരു സിറ്റുവേഷൻ വരെ വന്നെന്നുള്ളതാണ്. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ജാസ്മിൻ ചെയ്ത പരിപാടി എന്താണെന്ന് അറിയാം. കുറച്ച് കഴിഞ്ഞ് ഗബ്രിന്റെ അടുത്ത് പോയി പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്ന് കണ്ടോക്കാം. ആരെന്തൊക്കെ പറഞ്ഞാലും എനിക്ക് നിന്നോട്ടുള്ള സ്നേഹം ഒട്ടും കുറഞ്ഞിട്ടില്ല. പുറത്തുനിന്ന് ഒരാൾ പറയുന്നതിലല്ലല്ലോ എനിക്ക് കാര്യം. ഞാനെന്താണെന്ന് നീ എന്നോട് എങ്ങനെയാണെന്ന് എനിക്കറിയാം. സോ അതെന്നെ എഫക്ട് ചെയ്യുന്നതല്ല. ഞാൻ പറയുന്നതിൽ എത്ര ഇമ്പാക്ട് ഉണ്ടെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ ഇത് പറയാന്നുള്ളത് എൻ്റെ ഗ്രാറ്റിറ്റ്യൂഡാണ്. എനിക്ക് ഗെയിമിനേക്കാളും ഇമ്പോർട്ടൻ്റ് നീയാണ് ജാസ്മിൻ. പക്ഷെ നമ്മളെല്ലാം സ്നേഹം, പ്രണയമല്ല സ്നേഹം. പ്രണയമില്ലെന്ന് ഞാൻ പറയില്ല. പ്രണയമാവാം, പ്രണയം ഉണ്ടാവാം, ഉണ്ടായിട്ടുണ്ടാവാം, ഇപ്പോൾ ഉണ്ടാവാം, അറിയില്ല, ഇനിയും ഉണ്ടാവാം, അറിയില്ല. ഇത് നമ്മൾ തമ്മിൽ റിലേഷനാണ്, പ്രണയമാണെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയമില്ല ഗബ്രി. പക്ഷെ ഇത് പറയുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമാണ് ഗബ്രി. ആർക്കും പറയാൻ പറ്റില്ല. എനിക്കൊരു കുഞ്ഞനുണ്ട്, അവൻ പഠിക്കാൻ സ്കൂളിൽ പോകണം.
അത് ശരി. ആ ബോധം ഇതിൻ്റെ ഉള്ളിൽ കിടന്ന് ഓരോന്ന് കാണിച്ചു കൂട്ടുമ്പോൾ ഇല്ലല്ലോ. ഒരു അനിയനുണ്ട് പഠിക്കാൻ സ്കൂളിൽ പോകണം എന്നുള്ളത്. പിന്നെ ഇടയ്ക്കൊരു പോയിന്റ് പറഞ്ഞല്ലോ, നമ്മൾ തമ്മിൽ പ്രണയമാണെന്ന് ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, എനിക്ക് ഇത്ര പ്രശ്നം വരില്ലായിരുന്നു എന്നുള്ളത്. യെസ്, എക്സാക്ട്ലി അത് പറ. പ്രണയമാണെങ്കിൽ പ്രണയമാണെന്ന് പറഞ്ഞു, ഫ്രണ്ട്ഷിപ്പാണെന്ന് പറഞ്ഞു, ഒരു പ്രശ്നമില്ല. ഇത് ജനങ്ങളെ കൺഫ്യൂഷൻ ആക്കിയിട്ട് വായിലുള്ള തെറി മൊത്തം കേൾപ്പിച്ചിട്ട്, കുടുംബത്തിനെ ബാധിക്കുന്ന രീതിയിൽ തെറി മൊത്തം കേൾപ്പിച്ചിട്ട്, എന്നിട്ട് ലാസ്റ്റ് പറയുകയാണ് എനിക്ക് സങ്കടമാവണേ, എനിക്കൊരു അനിയനുണ്ട്, അവന് സ്കൂളിൽ പോകണം എന്നൊക്കെ. നിങ്ങളാണെങ്കിൽ ഇത്രയും ഹിന്റ് കിട്ടിയിട്ടും വീണ്ടും വ്യക്തമാക്കുന്നില്ല രണ്ടുപേരും അല്ലേ. ഇപ്പൊ ഗബ്രി പറഞ്ഞ കേട്ടില്ലേ, എനിക്ക് ഇതിനോട് സ്നേഹമുണ്ട് പക്ഷെ പ്രണയമായിരിക്കും. എന്തോന്നടേ ഇത്? ഇനിയും നിർത്താറായിട്ടില്ല പബ്ലിക്കിനെ ഇങ്ങനെ കൺഫ്യൂസ് ചെയ്ത് മണ്ടന്മാരാക്കുന്ന പരിപാടി. അല്ല, അറിയാത്തോണ്ട് ചോദിക്കുക. ഞാൻ ആലോചിക്കുന്നത് ജാസ്മിൻ ഈ സീസണിൽ കിട്ടിയ പ്രിവിലേജ് ആണ്. ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ തന്നെ ഇത്ര പ്രിവിലേജ് കിട്ടിയ ഒരു മത്സരാർത്ഥി ഉണ്ടാവില്ല. ഓരോ ഇന്റർവെല്ലിനും പുറത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും ജാസ്മിൻ അറിഞ്ഞു കഴിഞ്ഞ്. ഇനിയിപ്പോൾ ജാസ്മിനെ കുറിച്ച് അറിയാത്തതായിട്ടൊന്നുമില്ല. ഇത്രയൊക്കെ ആയിട്ടും ഗെയിം മാറ്റുന്നില്ലല്ലോ എന്നുള്ളതാണ് ഞാൻ മണ്ടിയെന്നേ പറയത്തുള്ളൂ. ഇപ്പൊ ഈ ജാസ്മിന് ഗബ്രിന്റെ സംസാരത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവര് പഴയ കാര്യങ്ങൾ വീണ്ടും തുടർന്ന് പോകുന്നുള്ളത്. ഈ നായുടെ വാല് 12 കാലം കോയിലിട്ടാലും അതന്നെ അതേമാതിരിയാണ് ഇപ്പൊ ജാസ്മിനും ഗബ്രിന്റെ അവസ്ഥ. എന്തായാലും മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഇവിടെ സീക്രട്ട് ഏജന്റ് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് ചെയ്തത്. അത് വലിയൊരു ഊളത്തരം തന്നെയാണ്. അതിന്റെ കൂട്ടത്തിൽ ജാസ്മിനെ കെട്ടാൻ പോകുന്ന പയ്യന്റെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ സാധാരണ തോന്നാണ്. എനിക്ക് തോന്നുന്നത് ഇത്രയൊക്കെ അറിഞ്ഞിട്ട് ജാസ്മിൻ എങ്ങനെ ചെയ്യുന്നുണ്ട്. ജാസ്മിൻ ഒരു കോൺഫിഡൻസ് ഉണ്ടാകും, ഞാൻ പുറത്തിറങ്ങി കഴിഞ്ഞാണെങ്കിൽ അഫ്സലിനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും, അവൻ എന്നെ തന്നെ കെട്ടുള്ളൂ എന്നുള്ളത്. അത് പറഞ്ഞ് മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് ജാസ്മിൻ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു കോൺഫിഡൻസ് വെച്ചിട്ടായിരിക്കും പുള്ളിക്കാരി നിൽക്കുന്നത്. പോണേ പോട്ടെ, തിരിച്ചെടുക്കാൻ എനിക്കറിയാന്നുള്ള രീതിയിൽ. എന്തൊക്കെയാലും ആ ഗഡ്സ് ഞാൻ സമ്മതിച്ചെന്ന് കേട്ടോ. എനിക്കതിന് പറ്റില്ല കേട്ടോ. ഞാനൊരു റിലേഷൻഷിപ്പിലായിരിക്കെ, അതല്ലെങ്കിൽ ഞാനൊരു കല്യാണം കഴിക്കാൻ പോകുന്ന ഒരു സമയത്ത് ഇതേമാതിരി ഞാൻ ചെയ്ത എന്തെങ്കിലും പ്രവൃത്തി കാരണം ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണ് ആ റിലേഷൻഷിപ്പിൽ നിന്ന് മൊഴിഞ്ഞു മാറാൻ പോകാന്ന് അറിഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ഞാൻ ഡൗൺ ആയി പോകും. പക്ഷെ ജാസ്മിൻ ഒരു കുലുക്കവും ഇല്ലല്ലോ എന്നുള്ളതാണ്. സമ്മതിച്ചെന്ന് മോളാ ഗഡ്സ്, സമ്മതിച്ചെന്ന് ഒന്നും പറയാനില്ല. എന്താണ് ഇതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. ബൈ.